നമസ്കാരം. നിലമ്പൂരിൽ നീലപ്പെട്ടി പ്രതീക്ഷിച്ച് ഷാഫി പറമ്പിൽ. നീലപ്പെട്ടിയും കാഫിർ സ്ക്രീൻഷോട്ടും ഇറക്കിയവർ ഇതുവരെ നിലമ്പൂരിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ അവരെ കാത്തിരിക്കുകയാണ് എന്ന് ഷാഫി പറമ്പിൽ MP പറയുന്നു. ഒപ്പം UDF വിജയിക്കുമെന്ന കാര്യത്തിലും തെല്ലും സംശയം പോലുമില്ല വടകരയുടെ MP-ക്ക്. ഇപ്പോൾ പാലക്കാടാണെങ്കിലും വടകരയാണെങ്കിലും ഈ കാഫിർ സ്ക്രീൻഷോട്ട്, നീലപ്പെട്ടി അങ്ങനെ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആശങ്കയുണ്ടോ? വിവാദങ്ങൾ ഞങ്ങൾ സഹായിച്ചതാണല്ലോ, ഞങ്ങൾക്ക് ആശങ്കയില്ല. കാരണം ജനങ്ങൾക്ക് ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കൊണ്ട് അവർ വന്നാൽ അതിൻ്റെ തിരിച്ചടി അവർക്കുണ്ടാവുകയും അത് ഞങ്ങൾക്ക് അനുകൂലമായും ചെയ്യുന്ന അനുഭവങ്ങൾ ബാക്ക് ടു ബാക്ക് ഞങ്ങൾ കണ്ടതുകൊണ്ടും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. അതൊക്കെ ചെയ്യുന്ന ആളുകളെ കൂടെ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അനുഭവം അനുസരിച്ച് പോസിറ്റീവായിട്ടാണ്. അങ്ങനെയല്ലേ. ഇപ്പം നീലപ്പെട്ടിയുടെ വിവാദം ഉണ്ടായിട്ട് അത് പാലക്കാട് പിന്നെ ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിച്ച്? വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? അന്വേഷണം അവസാനത്തെ പോയിന്റിൽ എത്തി നിന്നത് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിലാണ്. അദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ കൊടുക്കുന്ന മറുപടി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റോ യൂത്ത് ലീഗ് ബ്ലോക്ക് പ്രസിഡന്റോ അല്ല, DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ്. അതൊക്കെ സ്വയം കൃതാനർത്ഥങ്ങളാണ്. ജനങ്ങളെ സ്നേഹിച്ചാൽ അവർ തിരിച്ച് 1000 ഇരട്ടിയായി തരുമെന്നാണ് ഇപ്പോഴത്തെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.